തകർന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വേദനകളും ദുഃഖങ്ങളും എല്ലാം നമുക്ക് കർത്താവിന് കൊടുക്കാം. മത്തായിയുടെ സുവിശേഷം 18, 19, 20, 2, 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്ന് അരുളി ചെയ്ത നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സജീവ സാന്നിധ്യം നമ്മുടെ ഈ കൂട്ടായ്മയിൽ, സഭയുടെ തിരുസഭയുടെ ഈ വലിയ കൂട്ടായ്മയിലുണ്ട്. അതറിഞ്ഞ് അവിടുത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യും. എല്ലാം സമർപ്പിച്ച് ആരാധിക്കുക. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു. എല്ലാ സങ്കടങ്ങളും, എല്ലാ വേദനകളും, എല്ലാ ദുഃഖങ്ങളും, എല്ലാ പ്രശ്നങ്ങളും കർത്താവിന് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കണം. മുഴുവൻ സമർപ്പിക്കുക. എല്ലാം വിട്ടുകൊടുത്തേ. യേശുവേ ഏറ്റെടുക്കണേ, ഏറ്റെടുക്കണേ, ഏറ്റെടുക്കണേ. ഒരു നിമിഷം കൂടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ എല്ലാ വേദനകളും ദൈവകരങ്ങൾ കൊടുത്തുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശു ആരാധന, ആരാധന, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ശാന്തമായിട്ട് നമുക്കിരിക്കാം, ശാന്തമായിട്ടിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. രണ്ട് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് കർത്താ നന്ദി പറഞ്ഞേ. എല്ലാവരും 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 ഇരിക്കുക, എല്ലാവരും ഇരിക്കുക, എല്ലാവരും ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. ഇരിക്കാൻ സാധിക്കുന്നില്ലാത്തവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടിരിക്കാനായിട്ട് തയ്യാറാകണം. ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അല്ലെ പുറകിലിരിക്കുന്നവർക്ക് കാണാനായിട്ട് ബുദ്ധിമുട്ട് വരും. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളിന് ധാരാളം മക്കളെ കർത്താവ് ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാവരും നമുക്ക് തമ്പുരാന്റെ കരങ്ങളിൽ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. രണ്ട് കരമുയർത്തി കണ്ണുകൾ അടച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടെ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, എപ്പോഴും മരണസമയത്തും ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾ യോഗ്യരായി തീരുവാൻ ഈശോ മിശിഹായ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതി കൊടുത്തേ. സന്തോഷം, സന്തോഷം, സന്തോഷം. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. സന്തോഷം. സുഖമായിട്ട് അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷാണോ? സുഖമാണോ? ആമേൻ, ഹല്ലേലൂയ. ധാരാളം മക്കളെ കർത്താവ് ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഈ ആലയത്തെ പരിസരം മുഴുവനും ദിവ്യജനത്താൽ നിറഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഇന്ന് വലിയൊരു അനുഗ്രഹത്തിന്റെയും കൃപയുടെയും ദിനമാകാൻ വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് തരാൻ പോകുന്ന വലിയൊരു വചനമാണ്, വലിയ ഒരു കൃപയുടെ വചനമാണ്. സഭയോട് ചേർന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വചനമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഈ വർഷം തിരുസഭ കരുണയുടെ വർഷമായിട്ട് ആചരിക്കുക. പ്രൈസ് ദി ലോർഡ്.
സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നാളുകളാണ് ഈ കഴിഞ്ഞ ഒരു വർഷം. പ്രൈസ് ദി ലോർഡ്. ഈ മാസം 20 കരുണയുടെ വർഷത്തിന്റെ വാതിൽ അടയ്ക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. സഭയിൽ ഹല്ലേലൂയ, യേശുവേ നന്ദി. അത് വലിയൊരു അർത്ഥമുള്ള വലിയൊരു കരുണയുടെ വർഷമാണത്. അതുകൊണ്ട് ഈ സമയം നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകണം. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ലോകസഭ മുഴുവനും കരുണയുടെ വർഷമായിട്ട് ആചരിക്കുക. മാർപ്പാപ്പായിലൂടെ ദൈവം നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹത്തിന്റെ വലിയൊരു അഭിഷേകത്തിന്റെ സംഭവമാണ്. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഈ നാളുകളിൽ ദൈവജനം നന്നായിട്ട് കുമ്പസാരിച്ച് അവര് കരുണയുടെ വാതിലിൽ കൂടെ പ്രവേശിച്ച് ഒരു വിശ്വാസ പ്രമാണവും ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവേയും 3 നന്മ നിറഞ്ഞറിയും 3 ത്രിത്വസ്തുതിയും ചൊല്ലി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവർക്ക് സഭയിലൂടെ ഒരു പ്രത്യേകമായ പൂർണ്ണദണ്ഡ വിമോചനം ലഭിച്ച് അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ള വലിയ സത്യം നമ്മൾ പഠിച്ചിരിക്കുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ നന്ദി. സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സ്തുതിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. ആമേൻ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. അപ്പൊ ഈ കരുണയുടെ വർഷത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ ധ്യാനിക്കണം. വളരെയധികം അനുഗ്രഹം കിട്ടുന്ന ഒരു സമയമാണിത്. വളരെ വളരെ അധികം അനുഗ്രഹം കിട്ടുന്നൊരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളത് കളയാതെ അത് ഉപയോഗിക്കാൻ, സ്വന്തമാക്കാനായിട്ട് തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. കരുണയുടെ അതുകൊണ്ട് ആദ്യ അച്ഛൻ അതിനെക്കുറിച്ച് പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. അതിനുശേഷം നമ്മൾ അത്ഭുത രോഗശാന്തികളും അനുഗ്രഹങ്ങളും ഒക്കെ പറയും. അതിനുശേഷം ഇന്നത്തെ വലിയ വിടുതലിന്റെ ആരാധന നടത്തപ്പെടും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ദിനങ്ങളാണ് ഈ ദിനങ്ങൾ എന്ന് ഓർമ്മിക്കും സഭയുടെ ചരിത്രത്തിലെ. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തി കരുണ കിട്ടുക. കരുണ വെച്ചാൽ ഒരു വ്യക്തിക്ക് ഇതെന്താണ് അർത്ഥം വെച്ചാല്, വലിയ അർത്ഥം എന്ന് വെച്ചാൽ പാപത്തിന് 2 തലം പരിണത ഫലമാണ്. മനുഷ്യൻ തെറ്റ് ചെയ്താൽ അവന് ശിക്ഷയുണ്ടാകണം. പാപത്തിന് എപ്പോഴും എന്തുണ്ടാകണം? സാമൂഹ്യ തിന്മ നടന്നു കഴിയുമ്പോൾ എന്ത് കൊടുക്കാറുണ്ട്? ശിക്ഷ കൊടുക്കാറ്. ശ്രമത്തിൽ പറയാം ഹല്ലേലൂയ. ആ ശിക്ഷ ദൈവതിരൂപിലെ ശിക്ഷ വരും. മനുഷ്യന്റെ മുമ്പിൽ മാത്രമല്ല, ദൈവതിരുമുമ്പാകെ ശിക്ഷയുടെ ഒരു തലം ഉണ്ട്. കാരണം ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ഏറ്റവും വലിയ പ്രബോധനങ്ങളൊന്നാണ് എന്ത്? ദൈവം നീതിമാനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ആരാണ് എന്ന് ചേർത്ത് ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്ക് അനുസരിച്ച് പ്രതിഫലം കൊടുക്കുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലം സ്വീകരിക്കണം. അപ്പൊ ദൈവം നീതി വിധിയാളനാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. ഈശോ 2ാമത്തെ ആഗമനത്തിൽ പറഞ്ഞത് എന്താണ്? ആഗമനത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? അവൻ എങ്ങനെ വരുമെന്ന് പറഞ്ഞത്? നീതി വിധിയാളനായിട്ട് വരും. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ദൈവം നീതി വിധിയാളനായിട്ട് വരുമ്പോൾ ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്ക് അനുസരിച്ച് പ്രതിഫലം കൊടുക്കുന്നു എന്നുള്ള വലിയൊരു വിശ്വാസം സഭയിൽ ഉണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ബൈബിളിലെ മുഴുവൻ അന്തസത്യത ദൈവം നീതി വിധിയാളനാണ്. ദൈവത്തിന്റെ സംഭവം. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പാപം ചെയ്യുന്നവർക്ക് എന്ത് കിട്ടുന്നു? ശിക്ഷ കിട്ടുന്നു. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്ത് പാപത്തിൽ ജീവിക്കാതെ പുണ്യപ്രവൃത്തി ചെയ്യുന്നവർക്ക് അതിന് ശിക്ഷയിൽ നിന്ന് വിടുതൽ കിട്ടുന്നു. അപ്പോൾ പറയാണ് പച്ച ദൈവത്തിന്റെ കരുണ എന്ന വാക്ക് പിന്നെ എന്താണ് നമ്മൾ ഉപയോഗിക്കാൻ? സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ദൈവം കരുണയുള്ളവനാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ദൈവം കരുണയുള്ളവനാണ് എന്നത് ബൈബിളിന്റെ അർത്ഥത്തിൽ അത് ദൈവത്തിന്റെ നീതിയുടെ ഭാഗം തന്നെയാണ്. ദൈവത്തിന്റെ കരുണ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നീതിയാണ് ദൈവത്തിന്റെ കരുണ എന്ന് ഞങ്ങൾ പറയും. പ്രൈസ് ദി ലോർഡ്. എന്താ അതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ലല്ലോ. യേശുവേ നന്ദി. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അതായത് ദൈവസന്നിധിയിൽ ഒരുവൻ തൻ്റെ, അതായത് നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ പരിസയനും ചുങ്കക്കാരൻ. പ്രൈസ് ദി ലോർഡ്. പരിസയം വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ ആഴ്ചയിൽ 4 പ്രാവശ്യം ഉപവസിക്കുന്നുണ്ട്, എല്ലാറ്റിൻ്റെയും ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയോ മറ്റുള്ള മാരക പാപികളെ പോലല്ല എന്ന് അവൻ പറയുന്നു. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ.
സ്വയം ന്യായീകരിച്ചുകൊണ്ട് ദൈവസന്നിധി, സ്വയം ന്യായീകരിച്ചുകൊണ്ട് ഞാൻ നന്മ ചെയ്യുന്നവനാണ്, പുണ്യം പ്രവർത്തിക്കുന്നവനാണ്, ഞാൻ തികഞ്ഞവനാണ്, ആരെ ഞാൻ ദ്രോഹിക്കുന്നില്ല, തെറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്വയം ന്യായീകരിച്ചുകൊണ്ട് നിൽക്കുക. ഹല്ലേലൂയ. എന്നാൽ ചുങ്കക്കാരൻ അങ്ങനെയല്ല. അവൻ ദൈവസന്നിധി വന്നിട്ട് എന്ത് പറയുന്നു? ദൈവമേ, ബാക്കി പറ, ദൈവമേ പാപിയായ എന്റെ മേൽ കാരുണ്യമായിരിക്കണം. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്താ? അവൻ പറയുന്ന വാക്കിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. ദൈവമേ, ഞാൻ പാപിയായ, അപ്പൊ അവന്റെ മനസ്സിൽ അവന് എന്ത് ബോധമുണ്ട്? ഞാനൊരു പാപിയാണ്, ദൈവത്തിനെതിരെയും സഹോദരങ്ങൾക്കെതിരെയും തെറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, ഞാൻ കുറ്റം ചെയ്തവനാണ്, ഞാൻ പാപിയാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് യാതൊരു യോഗ്യതയില്ല, അതുകൊണ്ട് എന്നോട് നീ കരുണ കാണിക്കണമെന്ന് ആത്മാർത്ഥമായ പശ്ചാത്താപത്തോടെ അനുതാപത്തോടെ ഏറ്റുപറയുകയാണ്. അതൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ, പശ്ചാത്താപം നിറഞ്ഞ ഹൃദയത്തോടെ, ഇതിമേൽ ഞാൻ തെറ്റ് ചെയ്യുകയില്ല എന്നുള്ള തീരുമാനത്തോടെ, പ്രതിജ്ഞയോടെ ഇവൻ ദൈവകരുണയിൽ ആശ്രയിക്കുക. ദൈവത്തിന് കരുണ കാണിക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ അതിന് ഞാൻ ചെയ്യേണ്ട ഒരു വഴിയുണ്ട്. അപ്പൊ അതിലൂടെ അവൻ സമീപിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ ദൈവം പറയുന്നുണ്ട്, ഈ ചുങ്കക്കാരൻ പരിസേനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് മടങ്ങി. സ്വരോട് പറഞ്ഞേ ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ നീതിയാണ് കരുണ എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്. പശ്ചാത്തപിക്കുന്ന പാപിയുടെ മേൽ ദൈവം എന്ത് കൊടുക്കും? കരുണ കൊടുക്കും. അവന് നിരവധിയായ പാപം ദൈവം ക്ഷമിക്കും. അവന്റെ പാപങ്ങളും പാപം മൂലമുള്ള എല്ലാ അനന്തരഫലങ്ങളും ദൈവം ഏറ്റെടുത്ത് അവനെ മോചിപ്പിക്കുന്ന ദൈവത്തിന്റെ നീതിയാണ്, ദൈവത്തിന്റെ കരുണ. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൽ തന്നെ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്, കരുണ കാണിക്കാനുള്ള അധികാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ തന്നെ എന്നുള്ള അധികാരമുണ്ട്? ശിക്ഷിക്കാൻ അധികാരമുണ്ട്, കരുണ കാണിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ദൈവത്തിനുണ്ട്. ശ്രമത്തിൽ പറയാം ഹല്ലേലൂയ. ശിക്ഷ കൊടുക്കാനുള്ള അധികാരമുണ്ട്, രക്ഷ കൊടുക്കാനുള്ള അധികാരമുണ്ട്. ശിക്ഷ കൊടുക്കാനുള്ള അധികാരമുണ്ട്, കരുണ കാണിക്കാനുള്ള അധികാരം ആരിലുണ്ട്? ദൈവത്തിലുണ്ട്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ കരുണ കിട്ടുന്ന ആർക്കായിരിക്കും? പറഞ്ഞേ, അനുദപിക്കുന്ന പാപിക്ക് ദൈവം കരുണ കാണിക്കും. എളിമപ്പെടുന്ന പാപിക്ക് ദൈവം കരുണ, പശ്ചാത്തപിക്കുന്ന പാപിക്ക് കരുണ കൊടുക്കും. എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് ഏറ്റുപറഞ്ഞ് ഇനിമേൽ പാപം ചെയ്യില്ല എന്ന് പറയുന്നവൻ ദൈവം എന്ത് കൊടുക്കും? കരുണ കൊടുക്കും. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതാണ് ദൈവത്തിന്റെ കരുണയുടെ മുഖം. അതുകൊണ്ട് ദൈവത്തിന് കരുണ കാണിക്കാനുള്ള, സ്നേഹം ചൊരിയാനുള്ള കഴിവുണ്ട്, ശക്തിയുണ്ട്. പക്ഷെ ഇത് അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് ബൈബിൾ പഠിക്കുമ്പോൾ രണ്ടു തരം ആളുകൾ, അഹങ്കാരികളും എളിമയുള്ളവരും എന്ന് പറയും. അഹങ്കാരി ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല, ദൈവകരുണയിൽ വിശ്വസിക്കുന്നില്ല, അവൻ പശ്ചാത്തപിക്കുന്നില്ല, പാപത്തെ അവൻ വീണ്ടും വീണ്ടും സ്നേഹിക്കുന്നു, ദൈവത്തെ നിന്ദിക്കുന്നു, ദൈവത്തെ പരിഹസിക്കുന്നു. അങ്ങനെ പോകുമ്പോൾ അവന് കരുണ കിട്ടുമോ? കരുണ കിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതേസമയം പശ്ചാത്തപിക്കുകയും അനുദപിക്കുകയും ഇനിമേൽ പാപം ചെയ്യില്ല ദൈവത്തോട് തീരുമാനം പറയുകയും എളിമപ്പെടുകയും ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ് സ്വയം താഴ്ന്നു കൊടുക്കുകയും ചെയ്യുന്നവന്റെ മേൽ ദൈവത്തിന്റെ കരുണയുണ്ട്. അവസരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. പോരാ ഉച്ചത്തില് യേശുവേ നന്ദി, നന്ദി, നന്ദി. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് കരുണയുടെ അർത്ഥം ശ്രദ്ധിച്ച്, രണ്ടാമത്തെ അർത്ഥം പാപം ചെയ്യുമ്പോൾ അതിന് കടമുണ്ട്. പാപമോചനം എന്നൊരു തലമുണ്ട്, അതോടൊപ്പം തന്നെ പാപകടം എന്നൊരു തലമുണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. പാപമോചനവും പാപകടങ്ങളും. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ ഏത് പാപം ചെയ്തു, എത്ര പാപം ചെയ്തിട്ട്, മാരക പാപം ചെയ്തു, ദൈവത്തിനെതിരെയും സഹോദരങ്ങൾക്കെതിരെയും നമുക്ക് ചുറ്റുമുള്ള ദ്രോഹം ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ വിശ്വാസം, നമ്മൾ കുമ്പസാരം എന്ന കൂദാശയിൽ പോയി പാപം ഏറ്റുപറയുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം മോചിക്കപ്പെടുകയും നമ്മൾ രക്ഷ പ്രാപിക്കുകയും ചെയ്യും. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ.
100% സത്യമാണ്. നമ്മൾ കുമ്പസാരം എന്ന കൂദാശയിൽ നാം പങ്കെടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പാപ മോചനം ലഭിക്കും, നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യും. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അത് മനസ്സിലാക്കണം. പാപത്തിന് തന്നെ 2 തരം ശിക്ഷയുണ്ട്. പാപത്തിന് 2 തരം ശിക്ഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് നിത്യശിക്ഷ, 2 കാലിക ശിക്ഷ അല്ലെങ്കിൽ ടെമ്പറൽ പണിഷ്മെന്റ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഇറ്റേണൽ പണിഷ്മെന്റ്, 2 ടെമ്പറൽ പണിഷ്മെന്റ്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നിത്യശിക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവൻ പാപത്തിൽ ജീവിച്ചിട്ട് അനുദപിക്കാത്ത കർത്താവിന്റെ കരുണാദ്ര സ്നേഹത്തിൽ കുമ്പസാരത്തിൽ എനിക്ക് പോകാതെ പാപത്തിൽ തന്നെ മുഴുകിയാണ് അവൻ മുന്നോട്ട് പോകുന്നത് എങ്കിൽ കുറെ കഴിയുമ്പോൾ അവൻ ആ സമയത്തൊരു മരണമുണ്ടായ സഭ വിശ്വസിക്കുന്നത് അവന്റെ ആത്മാവ് സാത്താന്റെ അടിമപ്പെട്ട് നിത്യനരകാഗ്നിയിലോട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. നിത്യശിക്ഷ, നരകത്തിലേക്ക് പോകുന്ന അനുഭവം ഉണ്ടാവും. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അതായത് അതിന്റെ അർത്ഥം എന്താ? നിത്യശിക്ഷ എന്ന വാക്കിന്റെ അർത്ഥം നിത്യമായിട്ടും ദൈവത്തിൽ നിന്ന് അകന്നു കഴിയേണ്ട അവസ്ഥ. ഏറ്റു പറഞ്ഞ എന്താണ് നിത്യശിക്ഷ? നിത്യമായിട്ടും ദൈവത്തിൽ നിന്ന് അകന്നു കഴിയേണ്ട അവസ്ഥ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോഴിരിക്കുന്ന കുടുംബജീവിതം നയിക്കുന്ന ഒരു കുടുംബം. അപ്പൊ അവിടുത്തെ ഒരു മകന് പാപം തെറ്റ് ശിക്ഷ ചെയ്തു. അവന് അറേബ്യൻ രാജ്യങ്ങളെന്ന് കരുതുക, അറേബ്യൻ രാജ്യത്ത് കരുതുക. തെറ്റ് ചെയ്തപ്പോൾ അവനെ ശിക്ഷിച്ച് അവർ ജയിലിലടച്ചു. ആജീവനാന്തകം, മരണം വരെ അവന് ജയിലിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ആ സമയത്ത് അവൻ എത്രമാത്രം മാനസിക പീഡ അനുഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് അമ്മയപ്പന് എന്തെല്ലാം മാനസിക പീഡ അനുഭവിക്കുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞ നിത്യശിക്ഷ എന്നുള്ള വാക്കിന്റെ അർത്ഥം. നിത്യശിക്ഷ വരുമ്പോൾ അവന്റെ അപ്പൻ, അവന്റെ അമ്മ, അല്ല അവന്റെ കുടുംബം, സ്വർഗമാകുന്ന കുടുംബവുമായിട്ടുള്ള അവന്റെ ബന്ധം മുറിഞ്ഞ് അവന്റെ എന്നേക്കുമായിട്ട് ജീവിക്കേണ്ട അവസ്ഥയാണ്. എന്നേക്കുമായിട്ട് ജീവിക്കാൻ അതിനെ പറയുന്നത് തീ കടലെന്ന് പറയുന്നു. അഗ്നി തുല്യമാണെന്ന് പറയുന്നത്. അഗ്നി തുല്യമാണ്, അഗ്നിയാണ്, തീയാണെന്ന് പറയുന്നത്. അത്രമാത്രം അവസ്ഥ, തകർന്നൊരവസ്ഥ, വേദനയിൽ കഴിയുന്ന അവസ്ഥ, ദുഃഖത്തിൽ കഴിയുന്ന അവസ്ഥ. അതാണ് നിത്യശിക്ഷ, നിത്യമരണം എന്നത്. അത് ചില പാപങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോൾ, അതാണ് ബൈബിൾ പറയുന്നുണ്ട്, ആവർത്തിച്ച് പറയുന്നുണ്ട്. വ്യഭിചാരം, മ്ലേച്ഛത, ഹോമോസെക്സ്, മദ്യപാനം, അതുപോലെ കൊലപാതകം, ഗർഭഛിദ്രം തുടങ്ങിയ പാപങ്ങൾ, മറ്റുള്ള വെറുപ്പ്, പക, വിദ്വേഷം, ഇങ്ങനെ മാരക പാപങ്ങൾ. ഈ പാപങ്ങൾ ഒരാൾ മുഴുകി ജീവിച്ച് ദൈവത്തെ നിഷേധിച്ച് ജീവിക്കുന്ന പക്ഷം ആള് മരിച്ചു കഴിയുമ്പോൾ ആളുടെ ആത്മാവിന് നിത്യശിക്ഷ കിട്ടുന്നവർ എന്നേക്കുമായിട്ട് ദൈവത്തിന്റെ കുടുംബത്തിൽ നിന്ന് അകന്നു കഴിയേണ്ട അവസ്ഥയുണ്ടാവും. ചോദ്യം ഇതാണ്, ഇങ്ങനെ പോകുന്ന ആത്മാക്കളുണ്ടോ? ഹല്ലേലൂയ. നമുക്കറിയാം, വിശുദ്ധർക്ക് വെളിപാടുകൾ കിട്ടുമായിരുന്നു. വിശുദ്ധർക്ക് എന്ത് കിട്ടുമായിരുന്നു? വെളിപാടുകൾ. അവർക്ക് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ഒക്കെയുള്ള വെളിപാടുകൾ ലഭിക്കുന്ന ചരിത്രമുണ്ട്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അതിലെ വെളിപാടുകൾ, ഏറ്റവും വലിയ വെളിപാട് വിശുദ്ധ അമ്മ ത്രേസ്യ, വിശുദ്ധ ഫൗസ്റ്റീന തുടങ്ങിയിട്ടുള്ള വലിയ വിശുദ്ധാത്മാക്കൾക്ക് ദൈവം കാണിച്ചു കൊടുത്തിരുന്നു. സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലവും ഒക്കെ കാണിച്ചു കൊടുത്തു. യോഹന്നാൻ അപ്പസ്തോലൻ ബൈബിളിൽ അത് കാണുന്നുണ്ട്. അപ്പൊ അവരെല്ലാം പറയുന്നത് ഇത് തീക്കടലാണെന്ന് പറയുന്നു. ആ തീക്കടലിൽ കഴിയുന്ന 10,000-കണക്കിന് കോടിക്കണക്കിന് മനുഷ്യ ആത്മാക്കളെ കണ്ടിട്ടുണ്ടെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ജീവിതകാലത്ത് ഭൂമിയിൽ അവർ ജീവിച്ചപ്പോൾ അവർ നേരെ കണ്ടിട്ടുള്ള ആളുകൾ, അവർക്ക് പരിചയമുള്ള ആളുകളെ പോലെ അവർ കണ്ടിരുന്നു. ചില ആളുകൾ സ്വർഗത്തിൽ പോകുന്നത് ഞങ്ങൾ കരുതിയെങ്കിലും അവർ നരകാഗ്നിയിൽ കിടന്ന് വേദന തിന്നുന്നതും ഞങ്ങളുടെ മുമ്പാകെ കരഞ്ഞതും ഞങ്ങൾ കണ്ടു എന്ന് ഇത്തരം ആത്മാക്കൾ പറയുന്ന കാര്യം വിശുദ്ധരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മാരക പാപത്തില് മുഴുകി ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നിത്യശിക്ഷയിലോട്ട് പോയി അധപ്പതിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുമുട്ടുക. അതാണ് നിത്യനരകം എന്ന സംഭവം.
നിത്യനരകമെന്ന സംഭവം അതാണ്. എന്നേക്കുമായിട്ട് സ്വർഗമാകുന്ന കുടുംബത്തിൽ നിന്ന് വേർപെട്ട് സാത്താന്റെ കീഴിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ. അതാണ് ചിലക്കുള്ള മരണം. അവൻ എന്നേക്കുമായിട്ട് ശിക്ഷ കിട്ടി മരണം വരെ അവൻ ജയിലിൽ കഴിയേണ്ട അവസ്ഥ എന്ന് പറയുന്ന പോലെ നിത്യമായിട്ടും ദൈവ കുടുംബത്തിൽ നിന്ന് വേർപെട്ട് കഴിയുന്ന അവസ്ഥയാണ് നിത്യാഗ്നി അല്ലെങ്കിൽ നരകാഗ്നി, നരക അവസ്ഥ എന്ന് സുവിശേഷ സഭ പഠിപ്പിക്കുന്നു. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ പാപത്തെയും പണത്തെയൊക്കെ സ്നേഹിക്കുന്നവർക്ക് നരകാഗ്നി കിട്ടുമെന്നാ പറയുന്നത്. ധനവാന്റെ ലാസറുടെ ഉമയില് പണത്തിനൊന്നാം സ്ഥാനം കൊടുത്തവനായ ധനവാൻ നരകാഗ്നിയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നത് യേശുമിശിഹ കണ്ട കാര്യം ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം പണത്തിനൊക്കെ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ആത്മാക്കളൊക്കെ നരകാഗ്നിയിൽ കിടന്ന് പെടയുന്നതായിട്ടും വേദന തിന്നുന്നതായിട്ടും ബൈബിള് പറയുന്നുണ്ട്. ബൈബിളൊന്നും കെട്ടുകഥയല്ല, ബൈബിള് സത്യമാണ്. നമ്മുടെ കർത്താവായ യേശുമിശിഹ ദൈവപുത്രൻ നമുക്ക് നൽകിയ വലിയ സത്യമാണത്. അതൊരിക്കലും നമ്മൾ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധവിശ്വാസങ്ങൾ കഴിയുമ്പോൾ മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും സൈറ്റൻ വർഷിപ്പുകൾ, പൈശാചിക ശക്തികളെ ആരാധിക്കുന്ന അത്തരം വഴികളിൽ പോകുന്നത്, ബ്ലാക്ക് മാസുകൾ, ഇപ്പൊ അങ്ങനെയുള്ള ഒരുപാട് തിന്മകൾ കഴിയുന്ന ദൈവ നിഷേധത്തോടെ സത്യത്തെ നിഷേധിച്ചുകൊണ്ട്, ബൈബിൾ സത്യത്തെ നിഷേധിച്ചുകൊണ്ട് കഴിയുന്ന ആത്മാക്കളൊക്കെ ഈ അവസ്ഥയിൽ ചെന്ന് നിബന്ധിക്കുമെന്ന് ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. പോരാ 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 പോരാ. അടിയട്ടെ, അടിയട്ടെ, അടിയട്ടെ. ഒറ്റ വിളിച്ചോയേ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തെ ഹല്ലേലൂയ. അപ്പൊ പാപത്തിന് രണ്ടു തരം ശിക്ഷ. ഒന്ന് നിത്യശിക്ഷ, രണ്ട് കാലത്തിനടുത്തുള്ള ശിക്ഷ. പ്രൈസ് ദി ലോർഡ്. കാലത്തിനടുത്തുള്ള ശിക്ഷ എന്ന് വെച്ച് കഴിഞ്ഞതിന്റെ അർത്ഥം, ഒരാള് ശ്രദ്ധിച്ചേക്കണം, ശ്രദ്ധയോടെ കുമ്പസാരക്കൂട്ടിൽ എല്ലാ പാപം ഏറ്റുപറയണം. നമ്മൾ ഒരിക്കലും നിങ്ങൾ കുമ്പസാരക്കൂട്ടിൽ പോയി പാപം ഏറ്റുപറയാതെ കള്ളക്കുമ്പസാരം നടത്തരുത്. ഒരിക്കലെങ്കിലും കുമ്പസാരിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒരുങ്ങിയിട്ട് പോകാവുള്ളൂ. ഒരുങ്ങുക എന്ന് വെച്ചതിന് അർത്ഥം പാപങ്ങൾ മുഴുവൻ ഏറ്റുപറയണം എന്നാണ് സഭയുടെ കൽപ്പന. പ്രൈസ് ദി ലോർഡ്. പറയുന്ന പാപത്തിനെ മോചനം കിട്ടുള്ളൂ. യേശുവേ നന്ദി. അപ്പൊ മാരക പാപങ്ങൾ ഏതെല്ലാം ചെയ്തിട്ടുണ്ട്? അപ്പനെതിരെ, അമ്മയ്ക്കെതിരെ, സഹോദരന് സഹോദരിക്കെതിരെ, ദൈവത്തിനെതിരെ രഹസ്യമായി വാക്കാലും വിചാരത്താലും പ്രവർത്തി കൊണ്ടും ഉപേക്ഷ കൊണ്ടും ഇപ്പൊ പാവപ്പെട്ടവനെ വേദനിപ്പിക്കുന്നു, ദ്രോഹിക്കുന്നു, വേദനിക്കുന്ന ആളുകളെ നമ്മൾ മൈൻഡ് ചെയ്യാത്തത്, പുണ്യപ്രവർത്തിയെക്കുറിച്ച്, അങ്ങനെയുള്ള മുഴുവൻ തെറ്റും. ഇതിനകത്ത് വ്യക്തിപരമായ പാപം മാത്രമല്ല. പലർക്ക് പ്രശ്നമാണ് വ്യക്തിപരമായ പാപം മാത്രം അല്ലല്ല, ഞാൻ മറ്റുള്ളവർക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പുണ്യപ്രവർത്തിയെക്കുറിച്ച് ചെയ്യാത്തൊക്കെ മാരക പാപം. ഒരു വേദനിക്കുന്ന വ്യക്തിയായിട്ട് കണ്ടിട്ട് ആ വ്യക്തിയെ സഹായിക്കാത്തത് പാപം. ഒരാൾ രോഗിയായിട്ട് കണ്ടിട്ട് ആ രോഗിയെ ശുശ്രൂഷിക്കാത്ത പാപം. വസ്ത്രമില്ലാത്തവൻ ഒരാളെ കണ്ടിട്ട് അവന് വസ്ത്രം കൊടുക്കാത്ത പാപമാണ്. പീഡനം അനുഭവിക്കുന്ന ഒരാളെ സഹായിക്കാത്ത പാപമാണ്. ഭക്ഷണം കഴിക്കാത്തൊരു വ്യക്തി, ദാരിദ്ര്യം, അവന് സഹായിക്കാത്ത പാപമാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ നമ്മൾ ഇൻഡിവിജ്വലിസ്റ്റിക് മൈൻഡാണ്. സ്വാർത്ഥത കയറിയിട്ട് ഞാൻ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല, ഒരു മുറിക്കകത്ത് കയറി അടച്ചുപൂട്ടിയിരുന്നിട്ട് പറയാ ഞാൻ പാപം ചെയ്യാത്ത വ്യക്തിയാന്ന് പറഞ്ഞാൽ പാപിയാണ്. അവൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം മാതാപിതാക്കളൊക്കെ, പ്രായമായി കഴിയുന്ന മാതാപിതാക്കളൊക്കെ ശുശ്രൂഷിക്കാത്ത പാപമാണ്. രോഗിയായി വീട്ടിൽ കിടക്കുന്ന അപ്പനെ അമ്മയെ സഹായിക്കാത്ത പാപം. അവർക്ക് ഭക്ഷണം, മരുന്ന്, വസ്ത്രം, വെള്ളം കൊടുക്കുമ്പോഴൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് കൊടുത്താൽ അത് പാപമാണ്. അപ്പോൾ തൊട്ട അയൽവക്കത്തൊക്കെ ഉള്ള ആളുകൾ അവർ വേദനയോടെ കഴിയുമ്പോൾ അവരെ സഹായിക്കാത്ത പാപമാണ്. എനിക്ക് സൗകര്യങ്ങളുണ്ടെങ്കിൽ 100% ആ വ്യക്തിയെ സഹായിച്ചില്ലെങ്കിൽ പാപമാണ്. രോഗികളെ സന്ദർശിക്കാത്തത് പാപമാണ്. കുടുംബത്തിൽപ്പെട്ട രോഗികൾ, വേദനിക്കുന്ന മക്കളെ അവസ്ഥയിൽ പാപമാണ്.
തൊട്ടടുത്തുള്ളൊരു വീട്ടിലൊരു കുഞ്ഞിന്റെ വിവാഹം സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് നടക്കുന്നില്ല. ഇവിടെ എനിക്കാണ് വീടും കൊട്ടാരമുണ്ട്, സൗകര്യമുണ്ട്, വണ്ടിയുണ്ട്, സാഹചര്യങ്ങളുണ്ട്. എന്നിട്ടും ആ വ്യക്തിയെ ഞാൻ ശുശ്രൂഷിക്കുന്നില്ല, സഹായിക്കുന്നില്ല എങ്കിൽ പാപമാണ്. ഇതെല്ലാം പാപമാണ്, ഗൗരവമേറിയ പാപമാണ്. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. മറ്റുള്ളവരെ കബളിപ്പിക്കുന്ന പാപമാണ്, കട്ടെടുക്കുന്ന പാപമാണ്, ജോലിസ്ഥലത്ത് വെച്ച് ഒരാളെ പീഡിപ്പിക്കുന്ന പാപമാണ്, അർഹതപ്പെട്ട കൂലി കൊടുക്കുന്നില്ലെങ്കിൽ പാപമാണ്. യേശുവേ നന്ദി, യേശുവേ സ്വർഗ്ഗ, ഹല്ലേലൂയ. യേശുവേ നന്ദി. മുറിവേറ്റ മക്കളെ സഹായിക്കുന്നതിന് പാപമാണ്. കള്ളക്കച്ചവടം നടത്തുന്നു, കട്ടെടുക്കുന്നു, വഴിയിൽ കടന്ന് കിട്ടുന്നൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു, പണം കിട്ടി എടുത്തു, മറ്റുള്ള മോഷ്ടിക്കുന്നു, മാല പറിക്കുന്നു, അല്ലെ സർട്ടിഫിക്കറ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ഇതെല്ലാം പാപം. അതെല്ലാം ശിക്ഷയുണ്ടാവും, അതിലെല്ലാം ശിക്ഷയുണ്ട്. അതെല്ലാം അതുകൊണ്ടാണ് പറഞ്ഞ് കുമ്പസാരം വരുമ്പോൾ ഇത് മുഴുവൻ എടുത്തു വെച്ച് കുമ്പസാരിക്കണം. കുമ്പസാരം വരുമ്പോൾ ഇത് മുഴുവൻ എടുത്തു വെച്ച് കുമ്പസാരിക്കണം. അത് എങ്കിൽ മാത്രമേ പൂർണ്ണമായ പാപമോചനത്തേക്ക് വരാൻ പറ്റുള്ളൂ. ഇത് പലപ്പോഴും ഞാൻ കാണുന്നത്, ആളുകൾ കുമ്പസാരം കൊണ്ടു ചെന്ന് പറയും, ഞാൻ ഒരു ഞായറാഴ്ച കുർബാന മുടങ്ങി, തീർച്ചയായും കരുപാവുക. അല്ലെങ്കിൽ പറയും, ഞാൻ സന്ധ്യാപ്രാർത്ഥന മുടങ്ങുന്നു, എനിക്ക് അലസതയുണ്ട്, എനിക്കതുണ്ട്, എനിക്കതുണ്ട്, ഇതുണ്ട്. പക്ഷേ ഒരു വലിയൊരു സംഭവം ആള് മറന്നിരിക്കുക. ഗൗരവം, സഹോദര സ്നേഹത്തിനെതിരെ ചെയ്തിട്ടുള്ള തെറ്റുകൾ മൈൻഡ് ചെയ്യുന്നില്ല. ഈശോ വളരെ ഗൗരവമായിട്ട് പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വചനത്തിൽ പറയും, സഹോദരനെ സ്നേഹിക്കാത്തവൻ അന്ധകാരത്തിലാണ് കഴിയുന്നത്. സഹോദരനെ സ്നേഹിക്കുന്നവൻ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കടന്നിരിക്കുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന പാപം, അപവാദം പറയുന്നത്, കുറ്റം പറയുന്നത്, ഒരു ചെറിയ കുറ്റം ഒരാൾ കൊണ്ടുപോയി അത് പരസ്യപ്പെടുത്തുന്നത്, അപമാനിക്കുന്നത്, അപവാദം പറഞ്ഞു വരുത്തുന്നത് മുഴുവൻ പാപം. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന പാപം. പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ ദുരുപയോഗിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ മാരക പാപം. മറുവശമൊക്കെ വലിയ ഗൗരവമേറിയ തെറ്റുകളാണത്. ഇത് കിടക്കുമ്പോൾ ദൈവകൃപ ഒഴുകാൻ പറ്റും. അപ്പോൾ അതൊക്കെ ശിക്ഷ വരും. അതെല്ലാം നമ്മെ നരകാഗ്നിയിലോട്ട് കൊണ്ടുപോകുന്നു. നരകാഗ്നിയിലുണ്ട് സഹോദര സ്നേഹം. ചുറ്റുമുള്ളവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കാൻ, കഴിവതും സ്നേഹിക്കാൻ. ഇപ്പൊ നിങ്ങൾ ധ്യാനിക്കാൻ വന്നു, നിങ്ങൾ മാത്രം ധ്യാനിച്ചാൽ പോരാ. നിങ്ങളുടെ ചുറ്റുമുള്ള തകർന്നിരിക്കുന്ന മക്കളും ദൈവത്തിന്റെ വചനം കേൾക്കാനും രക്ഷപ്പെടാനും അവന് അവകാശമുണ്ട്. അതിന് നീ കാരണമായി തീരേ, അത് നോക്കേണ്ട കാര്യമില്ല. അവൻ തകരട്ടെ, അവള് തകരട്ടെ എന്ന് പറയുമ്പോൾ അത് പാപോ. അന്യന്റെ വസ്തുക്കൾ എടുക്കുന്ന പാപോ, അതിര് മാന്തുന്ന പാപോ. യേശുവേ നന്ദി. മറ്റുള്ളവരെ നമ്മൾ വാക്ക് കൊടുത്തിട്ട് ചതിക്കുന്നത് പാപോ. യേശുവേ നന്ദി. പീഡിപ്പിക്കുന്ന പാപോ. നീതിമാനവനെ പീഡിപ്പിക്കുന്ന പാപോ. സ്വന്തം പേരിന്റെ പെരുമയ്ക്ക് നിലനിൽപ്പിന് വേണ്ടി അവരോട് പറയുന്ന വാക്കുകളെല്ലാം മാറ്റി പറയുന്നത് പാപോ. വാക്ക് മുഴുവൻ മാറ്റി പറയുന്ന പാപമോ. ഏതെല്ലാം തരത്തിൽ പീഡിപ്പിക്കാമോ അങ്ങെല്ലാം പീഡിപ്പിക്കുന്ന ഗൗരവമേറിയ പാപമോ. ഇതെല്ലാം ശിക്ഷാർഹമായ പാപമാണ്. ശിക്ഷാർഹമായ പാപം. നമ്മൾ നോക്കുന്നു, ഒരാളെ കണ്ടില്ല, കൊടുത്തില്ല, അത് ശിക്ഷാർഹമായ പാപം. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. പോരാ. യേശുവെ സ്തുതിക്കുന്നു. ഒന്ന് കൈയടിച്ച് കർത്താ നന്ദി പറഞ്ഞേ. ആമേൻ. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 10:12 പറയുന്നുണ്ട്, നീതി വിതയ്ക്കുവിൻ, കാരുണ്യത്തിന്റെ ഫലങ്ങൾ കൊയ്യാം. നീതി വിതയ്ക്കുവിൻ, കാരുണ്യത്തിന്റെ ഫലങ്ങൾ കൊയ്യാം. സ്ഥലം പറഞ്ഞു ഹല്ലേലൂയ. ഹോസിയ 12:6 പറയും, ആകയാൽ നിന്റെ ദൈവത്തിന്റെ സഹായത്തോടെ തിരിച്ചു വരിക, നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക, നിന്റെ ദൈവത്തിന് വേണ്ടി നിരന്തരം നീ കാത്തിരിക്കുക. സ്ഥലം പറഞ്ഞു ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ബന്ധന അടിയട്ടെ, സമയത്ത് അടിയട്ടെ. പോരാ. യേശുവേ സ്തുതിക്കുന്നു. ആമേൻ. സ്ഥലം പറഞ്ഞു ഹല്ലേലൂയ.
നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഏത് മതക്കാരായാലും ഏത് ആളുകളായാലും അവരോട് നമ്മൾ എന്ത് കാണിക്കണം? കരുണ കാണിക്കണം. ശ്രമത്തിൽ പറയും ഹല്ലേലൂയ. നിരീശ്വരവാദിയാകട്ടെ എതിർച്ച് അവനോട് ബൈബിൾ അങ്ങനെയുണ്ട്. പഴയ നിയമത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് വിധവയോടും അനാഥനോടും പരദേശിയോടും നീ കരുണ കാണിക്കണം. വിധവയോടും അനാഥനോടും നിന്റെ ദേശത്ത് താമസിക്കുന്ന പരദേശിയോടും നീ എന്ത് കാണിക്കണം? കരുണ. അവരെ പീഡിപ്പിക്കാൻ പാടില്ല. പീഡിപ്പിക്കുന്നത് പാപം. ഹല്ലേലൂയ. അവരെ ഉപദ്രവിക്കുന്നത് പാപം. വിധവ, അനാഥൻ. ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ ഇടപെടൽ വരുന്നത് വിധവ, അനാഥൻ, പരദേശി. നന്ദി. അപ്പൊ എല്ലാവരോടും എന്ത് കാണിക്കണം? കാരണം നിന്റെ ജോലി സ്ഥലത്തുള്ള ഏത് മതക്കാരനോ ഏത് ഭാഷക്കാരനോ ഏത് എന്തും നോക്കരുത്. എല്ലാവരോടും നീ എന്ത് കാണിക്കണം? പറഞ്ഞേ, കരുണ കാണിക്കണം. അവരും ദൈവത്തിന്റെ മക്കളാണല്ലോ വിചാരത്തോടെ അവരോട് എന്ത് കാണിക്കണം? യേശുവേ ഹല്ലേലൂയ. ദൈവനിഷേധിയോട് പോലും നീ എന്ത് കാണിക്കണം? കരുണ കാണിക്കണം. അത് കാണിച്ചില്ല എങ്കിൽ അതൊക്കെ കുമ്പസാരത്തിൽ ഏറ്റുപറയേണ്ടതാണ്. കുമ്പസാരത്തിൽ ഏറ്റുപറയേണ്ട പാപങ്ങളാണിത് മുഴുവൻ. ദൈവസന്നിധിയിൽ ഏറ്റുപറയേണ്ട പാപങ്ങളാണിത്. അത് ഏറ്റുപറയാതെ അപ്പോൾ അങ്ങനെ വേണം കുമ്പസാരിക്കാൻ. സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉച്ചത്തിൽ 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 ഒറ്റ വിളി ഈശോയേ ഈശോയേ ഈശോയേ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. സർവ്വത്തിൽ ഹല്ലേലൂയ. ഒരമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോട് അമ്മ എന്ത് കാണിക്കണം? കരുണ കാണിക്കണം. അതിന് ജനിക്കാനുള്ള അവകാശമുണ്ട്. അതിനോട് കരുണ കാണിക്കണം. അതിനെ കൊല്ലരുത്, കൊല്ലാൻ കൂട്ടുനിൽക്കരുത്. അതിനോട് എന്ത് കാണിക്കണം? കരുണ കാണിക്കണം. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ കാണാം, നിങ്ങളുടെ ചുറ്റും അടുത്തൊക്കെ ഇരിക്കും ചിലപ്പോൾ രോഗികളായ ആളുകൾ കാണും. അവരോട് നിങ്ങൾ എന്ത് കാണിക്കണം? കരുണ കാണിക്കണം. നിങ്ങൾ കസേര ഇരിക്കുമ്പോൾ അവർ വേദനയോടെ വരികയാണെങ്കിൽ എഴുന്നേറ്റ് അവർക്ക് കസേര കൊടുക്കണം. അതാണ് കരുണ. അതൊക്കെ ദൈവസന്നിധിയില് പുണ്യമാണ്. ചെയ്യുന്നില്ല എങ്കിൽ അത് പാപമാണ്. ചെയ്യുന്നില്ലെങ്കിൽ അത് പാപമാണോ? തീർച്ചയായിട്ടും. അവൻ ചുറ്റും നോക്കണം. നമ്മളൊക്കെ വേദനിക്കുന്ന കുഞ്ഞുങ്ങൾ, വേദനിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമൊക്കെ ഇരിക്കുമ്പോൾ അവരോട് നമ്മൾ എന്ത് കാണിക്കണം? കരുണ. അത് ദൈവസന്നിധിയിൽ എഴുതപ്പെടും. തമ്പുരാന്റെ പുസ്തകത്തിൽ ആ സമയത്ത് എഴുതപ്പെടും. നീ ചെയ്യുന്ന ഈ പ്രവൃത്തി, നന്മ പ്രവൃത്തി, പുണ്യപ്രവൃത്തി, കരുണയുടെ പ്രവൃത്തി ദൈവസന്നിധിയിൽ എഴുതപ്പെടും. സർവ്വത്തിൽ പറയുക ഹല്ലേലൂയ. അങ്ങനെ കാണിക്കുമ്പോഴാണ് ദൈവം നിന്നോട് എന്ത് കാണിക്കുന്നത്? കരുണ കാണിക്കും. സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പോരാ, ഉച്ചത്തില് ഉച്ചത്തില് കൈയടിച്ച് 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 കൈകളടിച്ച് കട്ടാടിയട്ട് ആടിയട്ട് 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 കരങ്ങൾ ഉയർത്തുക അടിച്ച് കട്ടാടി ആടിയട്ട് 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 ആടിയട്ട്. ആമേൻ 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 ആമേൻ. പച്ചൻ വന്ന് പറഞ്ഞു വന്നത് പാപത്തിന്റെ രണ്ടു തരം ശിക്ഷ. ഒന്ന് നിത്യശിക്ഷ, അത് മാരക പാപങ്ങളിൽ കഴിയുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ മേഖലയൊക്കെ തെറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് നിത്യനരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. യേശുവേ നിത്യശിക്ഷ. രണ്ട് കാലിക ശിക്ഷ, ടെമ്പറൽ പണിഷ്മെന്റ്. അത് ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ കുമ്പസാരത്തിൽ നമ്മൾ ചെയ്ത ദ്രോഹങ്ങളും പാപങ്ങളും മുഴുവൻ ഏറ്റുപറയുക. മുഴുവൻ ഒന്നും വിട്ടുപോകരുത്. അതുകൊണ്ടാണ് ധ്യാനത്തിനൊക്കെ പോയിട്ട് നന്നായിട്ട് കുമ്പസാരിക്കണം. ആണ് ഒത്തിരി പേർക്ക് ധ്യാനം കൂടാൻ വേണ്ടി അതിനുവേണ്ടിയാണ്. അപ്പൊ മുഴുവൻ പാപങ്ങളും ഏറ്റുപറയും. മുഴുവൻ പാപങ്ങളും എഴുതി ഒരുങ്ങി പോയിട്ട് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കുമ്പസാരിക്കും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. പലപ്പോഴും ഇങ്ങനെയുള്ള കുമ്പസാരം നിങ്ങൾ തിരക്കുള്ള സമയങ്ങളിൽ കുമ്പസാരിക്കാൻ പോകാതെ, തിരക്കില്ലാത്ത സമയങ്ങൾ നോക്കി നിങ്ങൾ കുമ്പസാരത്തിനായിട്ട് പോകാൻ തയ്യാറാണ്. സമയമെടുത്ത് കുമ്പസാരിക്കുക. തിരക്കില്ലാത്ത സമയങ്ങളിൽ പോയിട്ട് നിങ്ങൾ കുമ്പസാരിക്കുക. അവർക്ക് ഹല്ലേലൂയ. ഇടവ പള്ളിയിലോ ആശ്രമ ദേവാലയങ്ങളിലോ ഒക്കെ പോയിട്ട് നിങ്ങൾ സമയമെടുത്ത് എന്ത് ചെയ്യണം? പറഞ്ഞേ, കുമ്പസാരിക്കും. മുഴുവൻ പാപം ഏറ്റുപറയും. ഹല്ലേലൂയ. അങ്ങനെ കുമ്പസാരിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ബലിയുടെ യോഗ്യത കൊണ്ട് സഭയിലൂടെ നിനക്ക് പാപമോചനം കിട്ടി. സർവ്വത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. ഈ പാപമോചനം കിട്ടാതെ പോകുന്നൊരു തലമുണ്ട് കേട്ടോ ചിലർക്ക്. അതെങ്ങനെ? ചിലർക്ക് കുമ്പസാരിക്കാൻ പറ്റത്തില്ല. ക്രിസ്ത്യാനികളായാലും കുമ്പസാരിക്കാൻ പറ്റില്ലാത്ത ചില പാപങ്ങളുണ്ട്. ഒരേ സമയം രണ്ട് ഭാര്യയുടെ കൂടെ ജീവിക്കുന്നു, ഒരേ സമയം രണ്ട് പുരുഷന്റെ കൂടെ ജീവിക്കുന്നു.
യേശുവേ നന്ദി. ഒരേ സമയം ബോധപൂർവ്വം വിവാഹമോചനം നടത്തിയിട്ട് കഴിയുന്നു. ഒരേ സമയം വിശ്വാസം ഉപേക്ഷിച്ച് കഴിയുന്നു. അങ്ങനെയുള്ള ചില മേഖല കഴിയുമ്പോൾ നമുക്കറിയാം അത് വിലക്ക് വരും. സഭ പറയും ഈ അവസ്ഥയിൽ ആൾക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല? പാപ മോചനം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് അപ്പനമ്മയെ കൂട്ടുനിന്നാൽ അവർക്ക് ഇത് ബാധ. ചില രജിസ്റ്റർമാർ ഇതൊക്കെ നടത്തുമ്പോൾ അപ്പനമ്മേനെ കൂട്ടുനിന്നാണ് ചെയ്യുന്നതെങ്കിൽ അവർ വിവാഹമെന്ന കൂദാശയ്ക്കെതിരെയാണ് അപ്പനമ്മയെ നിങ്ങൾ അപ്പൊ അവർക്ക് പാമോദനം കിട്ടാൻ ബ്ലോക്കാവും. ബോധപൂർവ്വം ഗൗരവമായിട്ട് കൂട്ടുനിന്നുകൊണ്ട് ചില ഘട്ടത്തിൽ നമുക്ക് അവരറിഞ്ഞിട്ടില്ല, അവർ പാവങ്ങൾ, അവരറിഞ്ഞിട്ടില്ല, അവരൊരിക്കലും സമ്മതിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരോട് കരുണ കാണിക്കും. അപ്പൊ അവരും കൂടെ കൂട്ടുനിന്നുകൊണ്ട് ഗൗരവമേറിയ തെറ്റുകൾ, വിശ്വാസത്യാഗം കുടുംബത്തിൽ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് പിന്നെ എന്ത് കിട്ടില്ല? പാപമോചനം കിട്ടും. യേശുവേ നന്ദി. ഹല്ലേലൂയാ. യേശുവേ നന്ദി. കൈയടിച്ച് കത്ത നന്ദി പറഞ്ഞേ. പോരാ 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 പോരാ. ഉച്ചത്തില് കരങ്ങൾ ഉയർത്തി അടിച്ച് ഒറ്റ വിളിച്ചോയേ. ആമേൻ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ ഹല്ലേലൂയാ. യേശുവേ നന്ദി. യേശുവിന്റെ കാൽവരി ബലിയുടെ യോഗ്യത കൊണ്ട് യോഗ്യതയുള്ള പാപിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുദപിക്കുന്ന പാപിക്ക്, യോഗ്യതയുള്ള പാപി എന്ന് പറയും. യോഗ്യതയുള്ള പാപിക്ക് എന്ത് കിട്ടുന്നു? പാപം കരുണ കിട്ടുന്നു, കൃപ കിട്ടും. സർവ്വത്തിൽ പ്രദേശവേ നന്ദി. കുമ്പസാരമെന്ന് കുമ്പസാര കൊട്ടുവെച്ച് പാപമേറ്റു പറയുമ്പോൾ അവൻ നിരവധിയായ പാപങ്ങൾ കർത്താവ് ക്ഷമിക്കുകയും അവനെ നിത്യശിക്ഷയിൽ നിന്ന്, നരകാഗ്നിയിൽ നിന്ന് മോചിച്ച് അവനെ സ്വർഗത്തിന് അവകാശിയാക്കുകയും ചെയ്യുന്നു. ആര്? യേശു ക്രിസ്തു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. എന്നാൽ അവിടെ ഒരു സംഭവം കൊടുക്കുക. എന്നാൽ അതാണ് ഒരു വലിയ വാക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. എന്നാൽ സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. പാപത്തിന് പാപമോചനം കിട്ടിയ ശേഷവും പാപകടം എന്നൊരു സംഭവം അവശേഷിക്കും എന്ന് സഭ പഠിപ്പിക്കുന്നു. പാപകടം എന്ന് വെച്ചാൽ അത് പാപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം മൂലമുണ്ടായ ഒരുപാട് അനന്തരഫലമുണ്ട്. അത് മാറ്റപ്പെടാൻ വേണ്ടി അനന്തര ഫലങ്ങളുണ്ട്. അത് മാറ്റപ്പെടാൻ വേണ്ടി ഇവനെ ഒരു ചെറിയൊരു കാലിക ശിക്ഷ, കാലത്തിനടുത്തൊരു സഹനത്തിലൂടെ ദൈവം കൊണ്ടുപോകും, ഒരു ശുദ്ധീകരണം ഉണ്ടാകും എന്ന് പഠിപ്പിക്കുന്നു. സർവ്വത്തിൽ ഹല്ലേലൂയാ. പാപത്തിന് കടം അവശേഷിക്കും. അതുകൊണ്ട് സഭ പറയും ചില സഹനങ്ങള്, രോഗങ്ങള്, ദുരിതങ്ങള്, ദുരന്തങ്ങള്, പീഡനങ്ങള് ഇതൊക്കെ വരുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഈ കാലിക ശിക്ഷയാണ്. വെച്ചാൽ ചെറിയൊരു സഹനം തരികയാണ്. ആ സഹനം തന്നുകൊണ്ട് ദൈവം നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കുകയും പൂർണ്ണമായിട്ട് നമ്മളെ കർത്താവിനോട് ചേർക്കാൻ വേണ്ടി ദൈവം ഇത് അനുവദിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഗോഡ് പെർമിറ്റ്സ് ഈവിൾ എന്നൊരു വാക്ക് പറഞ്ഞു. ദൈവം സഹനം അനുവദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചില തകർച്ചകൾ സംഭവിക്കും. അതുകൊണ്ട് പാപത്തിന് കടം അവശേഷിക്കും. സർവ്വ നന്ദി. അതേസമയം ദൈവത്തിന്റെ കരുണാദ്ര സ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആഴമേറിയ മാനസാന്തരം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് കുമ്പസാരിച്ച് കഴിയുന്നതോടെ ആൾ പൂർണ്ണമായിട്ടും ആ പാപവും പാപ സാഹചര്യങ്ങളും മുഴുവൻ ഉപേക്ഷിക്കുകയും അന്ന് മുതൽ യേശുവിനെ അനുഗമിക്കുവാൻ, സുവിശേഷത്തെ അനുഗമിക്കുവാൻ, സുവിശേഷം പ്രഘോഷിക്കുവാൻ, നിരന്തരം ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കാൻ, എല്ലാവരോടുള്ള ദ്രോഹങ്ങൾ ക്ഷമിക്കാൻ, പൂർണ്ണമായി ദൈവസ്നേഹത്തോടങ്ങ് അടുക്കുകയാണ്. ദൈവത്തിലങ്ങ് അടുക്കുക, ദൈവത്തിനെ സ്നേഹിക്കുക, ഈശോയുടെ ഒന്നാം സ്ഥാനം കൊടുക്കുക. അങ്ങനെ കൊടുക്കുകയാണ് എങ്കിൽ അതോടെ പാപക്കടം പോലെ അവശേഷിക്കുകയെന്നാണ് പറയുന്നത്. ശ്രമത്തിൽ ഹല്ലേലൂയാ. അതായത് ശരിയായ മാനസാന്തരം, ആത്മാർത്ഥമായ അനുതാപം, ആത്മാർത്ഥമായ പശ്ചാത്താപം, ആത്മാർത്ഥമായ തിരിച്ചുവരവലാണ് എന്റെ കുമ്പസാരത്തിലൂടെ ഞാൻ ചെയ്തത് എങ്കിൽ അതോടുകൂടി തന്നെ പാപമോചനം മാത്രമല്ല പാപകടവും മാഞ്ഞു പോകുമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കണം, സർവ്വത്തിൽ ഹല്ലേലൂയാ. എന്നാൽ എന്റെ മാനസാന്തരം ഭാഗികമായ പൂർണ്ണമായ മനസ്താപം, അപൂർണമായ മനസ്താപം, രണ്ടു തരം മനസ്താപമുണ്ട്. ഒന്ന് പൂർണ്ണമായ മനസ്താപവും
പെർഫെക്റ്റ് കൺട്രീഷൻ ആൻഡ് ഇംപെർഫെക്റ്റ് കൺട്രീഷൻ. പൂർണ്ണമായ മനസ്താമസം ദൈവത്തിനോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ സകല സുഖങ്ങളും സകല പാപങ്ങളും സകല ശുദ്ധിയും ഉപേക്ഷിച്ച് ഞാൻ ഈശോയുടെ പിന്നാലെ പോകുന്ന മാനസാന്തരം. അപൂർണമായ മാനസാന്തരം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് ഭയം കൊണ്ട്, അയ്യോ ഞാൻ നരകത്തിൽ പോകുമല്ലോ, ദൈവനെ ശിക്ഷിക്കുമല്ലോ, ദൈവം എന്നെ അത് ചെയ്യുമല്ലോ ഇത് ചെയ്യുമല്ലോ. അപ്പൊ അതിന്റെ ഭയത്തിൽ നിന്ന് ഉടനെ ഒന്ന് മാനസാന്തരപ്പെട്ടു. എന്നിട്ട് ഞാൻ എൻ്റെ വഴി തന്നെ പോയിക്കൊണ്ടിരിക്കുക റെഗുലർ. പക്ഷേ പാപമൊന്നും ചെയ്യുന്നില്ല, ഞാനൊരു പാപമൊക്കെ നിർത്തി. പക്ഷെ ഞാനൊരു എൻ്റെ മാനസാന്തരത്തിൽ ദൈവസ്നേഹം നിറയുന്നില്ല. ദൈവത്തോട് സ്നേഹത്തെ പ്രതിയല്ല, ദൈവനെ ശിക്ഷിക്കുമെന്നുള്ള ഒരു ഭയത്തിൽ നിന്നുണ്ടാകുന്ന മാനസാന്തരം. അങ്ങനെ മാനസാന്തരപ്പെട്ടു കഴിഞ്ഞാൽ പാപകടം അവിടെ അവശേഷിക്കും. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. പാപകടങ്ങൾ അത് കടം കിടക്കും. സ്ഥലപ്പെടുത്തി പറഞ്ഞ യേശുവേ നന്ദി. സ്തുതിച്ച് പൊര 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 ഉച്ചത്തില് 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 വിശ്വസിക്കും. ഒന്ന് കൈയടിച്ച് കേട്ടാ നന്ദി പറഞ്ഞേ. പൊര 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 കേട്ടിരിക്കണം. ആമേൻ ആമേൻ. ശ്രമത്തിൽ ഹല്ലേലൂയ. ഉദാഹരണം പറഞ്ഞാൽ ഒരാളുടെ കയ്യിൽ നിന്ന് 1,00,000 രൂപ കടം വാങ്ങിച്ചു. പ്രൈസ് ദി ലോർഡ്. ആളെന്നിട്ടത് കൊടുക്കില്ല, അത് കൊടുത്തില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. കൊടുത്തില്ല. ആള് പറഞ്ഞു എനിക്ക് പൈസ ഇല്ല, ഇതുകൊണ്ടാണ് ഞാൻ കൊടുത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആള് കുമ്പസാരക്കൂട്ടിൽ വന്ന് പറഞ്ഞു ഞാൻ ഒരാളുടെ 1,00,000 രൂപ മോഷ്ടിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരാളുടെ മോഷ്ടിച്ചിട്ടുണ്ട്, ഞാൻ തിരിച്ചു കൊടുക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ പാപമോചനം കിട്ടിയാലും പാപമോചനം പൂർണ്ണമാകണമെങ്കിൽ എന്ത് ചെയ്യണം? കൊടുത്ത പൈസ തിരിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, അത് പറഞ്ഞാൽ പോരാ, ഞാനതിന് എന്ത് ചെയ്യണം? തിരിച്ച് കൊടുക്കണം. ഹല്ലേലൂയ. വഴിക്കട സ്വർണം കിട്ടി, ഞാൻ എടുക്കുന്നതിനൊക്കെ അനുവാദമില്ല. കിട്ടിക്കഴിഞ്ഞാൽ നീ അത് പല ദേവാലയത്തിലെ ഭണ്ഡാരത്തിലോ നേർച്ചപ്പെട്ടിയിലോ എവിടെയെങ്കിലും കൊണ്ട് ഇട്ടേക്ക്. കാരണം അത് എടുത്തു കഴിഞ്ഞാൽ അതിൽ നീ പരിഹാരം ചെയ്യണം. അത് എടുത്തു കഴിഞ്ഞാൽ അത് അത്രയും തിരിച്ചു കൊടുക്കാതെ നിനക്ക് പാപമോചനം പൂർണ്ണതയിൽ കിട്ടുന്നില്ല. യേശുവേ നന്ദി. അപ്പൊ പാപകടം നിൽക്കും, പാപകടം അവശേഷിക്കും. അതുകൊണ്ടാണ് സക്കേവൂസ് മാനസാന്തരപ്പെടുമ്പോൾ സക്കേവൂസ് ഉപയോഗിക്കുന്ന വചനങ്ങൾ നമുക്കറിയാം. സക്കേവൂസ് പറയുന്ന രീതി പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ നന്ദി. അവൻ പറയുന്നുണ്ട്. സക്കേവൂസ് എഴുന്നേറ്റ്, കർത്താവേ ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. സ്വത്തിൽ പകുതി. അപ്പൊ 500 ഏക്കർ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എത്ര കൊടുക്കാൻ തയ്യാറാകുന്നു? 250 ഏക്കർ കൊടുക്കുകയാണ്. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ഇരട്ടിയ? 4 ഇരട്ടിയായിട്ട് കൊടുക്കുന്നു. അതായത് ഒരുത്തിന്റെ കയ്യിൽ ഞാൻ 2 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കൊടുക്കുന്നു? 8 ലക്ഷം രൂപ അവൻ തിരിച്ചു കൊടുക്കുന്നു. അതാണ് പാപ എന്ത് നിൽക്കുന്നു? പാപ കടം. പാപത്തിന്റെ എന്ത് വിട്ടെന്ന് പറഞ്ഞ്? കടം വിട്ട്. യേശുവേ നന്ദി. കൊണ്ട് അതാണ് അതിന്റെ അർത്ഥം. സക്കേവൂസ് എഴുന്നേറ്റ് പറയും, കർത്താവേ ഇതാ എന്റെ സ്വത്തിൽ പകുതി അതെന്റെ സ്വത്ത്, എനിക്ക് അവകാശമായി കിട്ടിയ, മാതാപിതാക്കളോട് കിട്ടിയ അവകാശമായി കിട്ടിയ 500 ഏക്കർ സ്ഥലത്തിന്റെ 250 ഏക്കർ സ്ഥലം പാപം ചെയ്ത് ഞാൻ കൊടുക്കും. അത് കൂടാതെ ഞാൻ വഞ്ചിച്ചെടുത്തതിന്റെ എത്ര പറഞ്ഞേ? 4 ഇരട്ടി കൊടുക്കും. യേശുവേ നന്ദി. വഞ്ചിച്ചെടുത്തതിന്റെ 4 ഇരട്ടി. അതാണ് പൂർണ്ണമായ മാനസാന്തരം. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതോടെ നമ്മുടെ ബന്ധനങ്ങൾ അഴിയും. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. കെട്ടുകൾ അടിയും. ശരിക്കും പറയുമ്പോൾ ഇതിൽ പറയുന്നത്, ചരിത്രം പറയുന്നത്, ഈ പകുതി ഇവൻ കൊടുക്കുന്നു, ബാക്കിയുള്ളത് ഈ 4 ഇരട്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അതും തീർന്നു. ശരിക്കും അവന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ സമ്പത്തും തീർന്നു. അപ്പോൾ ഈശോ എന്ത് പറഞ്ഞു? ഇന്ന് ഈ ഭവനം അപ്പോ രക്ഷപ്പെടുന്ന, അപ്പോഴാണ് രക്ഷ, സാൽവേഷൻ എന്നത് അവന് കിട്ടുന്നത്. ആ സമയത്ത് സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ബന്ധനം അഴിഞ്ഞു പോകുന്ന അപ്പോഴാണ് അവന്റെ പാപമോചനം പൂർത്തീകരിക്കപ്പെടുന്നത്. അവന്റെ പാപകടങ്ങൾ തീരുക, എല്ലാം തീർന്നത് ഈ സമയത്താണ് അവന് തീർന്നു പോകുന്നത്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി.
ഇത് ചെയ്യണം. അപ്പനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അപ്പനെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്നിട്ട് അപ്പന്റെ മരണം വരെ അപ്പനെ സ്നേഹിച്ച് അമ്മയെ സ്നേഹിച്ച് അവരെ സംരക്ഷിക്കണം. ഭാര്യയെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ബോധപൂർവം പുറത്താക്കിയിട്ടുണ്ട്, പീഡിപ്പിച്ചുകൊണ്ട് അതിനോട് ക്ഷമിച്ച് അതിനെ കൂട്ടത്തിൽ കൊണ്ട് താമസിപ്പിച്ച് അതിനോട് കരുണ കാണിച്ച് അത് എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിച്ച് അതിനെ കൂട്ടത്തിൽ നിർത്തി അങ്ങനെ ജീവിക്കണം. അങ്ങനെ പരിഹാരം ചെയ്യണം. അപ്പോൾ കടം തീരുള്ളൂ. അല്ലെങ്കിൽ ഇതിന് മുഴുവനും നമുക്ക് കുമ്പസാരിച്ചു കഴിഞ്ഞാലും പാപത്തിന്റെ കടം അവശേഷിക്കും. കുമ്പസാരിച്ചു കഴിഞ്ഞാലും പാപത്തിന്റെ കടം അവശേഷിക്കും. ശ്രവണത്തിൽ പറയും ഹല്ലേലൂയാ. അതിനെന്ത് ചെയ്യും സഭ പഠിപ്പിക്കുന്നത്? രണ്ട് തരത്തിലാണ് ഈ പാപകടങ്ങളെ വീട്ടാനായിട്ട് സഭ നമ്മളോട് രണ്ട് തരത്തിൽ. ഒന്ന്, ഈ ഭൂമിയിൽ വെച്ചുള്ള പാപകടങ്ങളുടെ മോചനം. രണ്ട്, ഈ ഭൂമി വെച്ച് പാപകടങ്ങൾ മോചിച്ച് തീർന്നില്ല എങ്കിൽ മരണാനന്തരം ശുദ്ധീകരണ സ്ഥലം എന്ന സ്ഥലത്തിലൂടെയാണ് ഈ പാപകടങ്ങൾക്ക് മോചനം കിട്ടുക. ഒന്നെങ്കിൽ ഈ ഭൂമിയിൽ വെച്ചുള്ള പാപകടങ്ങളുടെ മോചനം, അല്ലെങ്കിൽ മരണാനന്തരം ശുദ്ധീകരണ സ്ഥലം പർഗട്ടറി എന്ന സ്ഥലത്തിലൂടെയാണ് ഈ ആത്മാവിന് ഈ കടങ്ങൾ വീട്ടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. എങ്കിലേ ദൈവത്തിന്റെ കൃപയെ അനുഭവിക്കാനായിട്ട് പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ യേശുവേ നന്ദി. ശ്രദ്ധിച്ചു കേൾക്കണം. സർവ്വത്തിൽ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ നന്ദി. അതുകൊണ്ടാണ് ബൈബിള് മുഴുവൻ പഠിപ്പിക്കുന്ന ഒരു തത്വമുണ്ട്, വചനമുണ്ട്. പാപം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. എന്താണ് പറഞ്ഞത്? പാപം ചെയ്യാതിരിക്കാൻ. ചെയ്തു കഴിഞ്ഞാൽ ഈ സംഭവങ്ങളോട് നമ്മൾ പോകേണ്ടി വരും. അതെന്തേരം മൂടി വെക്കാൻ പറ്റുമോ? ദൈവസ്വരത്തെ മൂടി വെക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ പറ്റുമോ? മറച്ചു പിടിക്കാൻ പറ്റുമോ? രഹസ്യമാക്കി വെക്കാൻ പറ്റുമോ? ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ നമ്മളെയൊക്കെ ചില മേഖലയ്ക്കൊക്കെ നമ്മൾ ജോലിക്ക് പല കാര്യങ്ങളും ഒരു അനുഗ്രഹം കിട്ടാതെ വരുന്നത് ഈ കടം തീരാത്തതുകൊണ്ടാണ്. ചില മേഖലയ്ക്ക് ഇറങ്ങുമ്പോൾ എല്ലാ പ്രാർത്ഥനകളും കഴിഞ്ഞിട്ടും മുന്നോട്ട് നീങ്ങാത്തതിന്റെ പാരലിൽ ഈ സംഭവം കയറി വരും. യേശുവേ നന്ദി. ഒരു ബ്ലോക്ക് വരും. ഒരു ബ്ലോക്ക് വരും. യേശുവേ നന്ദി. അപ്പൊ ചിലവ് കണ്ടെച്ച പൈശാചത്തെ ദൈവത്തിന് അങ്ങ് മൊത്തത്തോടങ്ങ് ബഹിഷ്കരിച്ചാൽ പോരെ, പിന്നെ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിച്ചുകൂടെ? പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല, പിന്നെ ആനന്ദിച്ച് ആഹ്ലാദിച്ച് അങ്ങ് ജീവിക്കാന്നല്ലേ ഉള്ളൂ, എന്തെന്തല്ല. അപ്പൊ അതാണ് ബൈബിള് പറയുന്നത്. ദൈവം അത് യുഗാന്ത്യം വരെ ദൈവം അനുവദിക്കും. അത് മനുഷ്യനെ ദൈവം വിശുദ്ധീകരിക്കാൻ വേണ്ടി ചിലപ്പോൾ ദൈവം സാത്താനെ ഉപയോഗിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ബൈബിള് കാറ്റഗിസം കാത്തലിക് ചർച്ച് അത് വളരെ വ്യക്തമായിട്ട് അത് പറയുന്നത്. ഗോഡ് പെർമിറ്റ്സ് ഈവിൾ. അത് വലിയൊരു മഹാരഹസ്യമാണ്. അതെന്താ നമുക്ക് ഗ്രഹിക്കാൻ സാധ്യമല്ല എന്നാണ് കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുക. സ്വരത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. ഹല്ലേലൂയാ, യേശുവേ നന്ദി പറയുന്നുണ്ട്. സാത്താന്റെ പ്രവർത്തനം ഓരോ മനുഷ്യനും സമൂഹത്തിനും ആത്മീയവും പരോക്ഷമായ ശാരീരികമായി പോലുമുള്ള ഗൗരവതരമായ ഉപദ്രവങ്ങൾ വരുത്തിവെക്കുന്നുമാകാം. എന്നാലും പിശാചിനെ അവന്റെ ദുഷ്പ്രവർത്തനത്തിന് അനുവദിക്കാറുണ്ട്. എന്നാലും ദൈവം പിശാചിനെ അവന്റെ ദുഷ്പ്രവർത്തനം അനുവദിക്കാൻ ശക്തിയോടും സൗമ്യതയോടും കൂടി മനുഷ്യന്റെയും ലോകത്തിന്റെയും ചരിത്രത്തെ നിയന്ത്രിച്ച് നയിക്കുന്ന ദൈവപരിപാലനം പിശാചിനെ അവന്റെ പ്രവർത്തനത്തിന് അനുവദിക്കാറുണ്ട്. പൈശാചികം അത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടെന്ന് പറയും. ദൈവിക ഒരു രഹസ്യമാണ്, ആത്മീയ രഹസ്യം. മനുഷ്യർക്ക് മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ. എന്നാലും ഇവിടെ പറഞ്ഞു ദൈവം എല്ലാം നന്മയായിട്ട് മാറ്റും. പ്രശ്നോട് സ്ഥലപ്പെടുത്തി ഹല്ലേലൂയാ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതിന് യൂദാസ് ലേഖനത്തിൽ പറയുന്നത് മോശ മരിച്ചു കഴിഞ്ഞപ്പോൾ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാച് വരുന്ന പറയുന്നു, തർക്കിക്കുന്നുണ്ട്. മോശയുടെ ശരീരം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിശാച് തർക്കിക്കുന്നൊരു സംഭവം പറയുന്നുണ്ട് ബൈബിള്. നമുക്ക് ഗ്രഹിക്കാൻ പോലും പറ്റില്ലാത്ത സംഭവം. അപ്പൊ അതിന്റെ കാരണം വെച്ചാൽ ഒരാൾ പാപം ചെയ്ത് കഴിഞ്ഞാൽ അവർ സാത്താന്റെ പക്ഷം പിടിക്കുന്നുണ്ട്. അപ്പൊ ആ നിമിഷം മുതൽ സാത്താൻ അവന്റെ ജീവിതത്തിൽ സ്വാധീനം ഉണ്ട്. അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. അവനെ നശിപ്പിക്കാനെല്ലാം പറ്റും. അവന് ഇടപെടാൻ പറ്റുമായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് മിക്കവാറും മനുഷ്യരുടെ ജീവിതത്തിൽ അവനൊരു അവകാശം വരിക. കാരണം ഈശോയോട് പറഞ്ഞില്ലേ, നീ എന്നെ കുമ്പിട്ട് ആരാധിക്കുകയാണെങ്കിൽ ഇത് മുഴുവനും നിനക്ക് തരാം. സർവ്വത്തിൽ പറയും ഹല്ലേലൂയാ. അപ്പൊ നമ്മൾ ആരെല്ലാം അവനെ കുമ്പിട്ടിട്ടുണ്ടെങ്കിൽ അവൻ ചിലതൊക്കെ തരും. അവന്റെ ലോകത്തില് ചിലതൊക്കെ തരും, ചില സുഖങ്ങളും ചില കാര്യങ്ങളും തരും. പക്ഷെ അതോടെ അവന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും.
പാപം ചെയ്യുമ്പോൾ നമ്മൾ പിശാചിനോടാണ് കൂട്ടുകൂടുന്നത്. ആ കൂട്ടുകൂടുമ്പോൾ അവന് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം നടത്താൻ പ്രവർത്തിക്കാനായിട്ട് പറ്റും. അതൊക്കെ ചിലപ്പോൾ നമ്മളൊക്കെ ഈ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആളുകൾ തിന്മേടിച്ചിട്ട് ഇതുപോലെ പോകുന്നത് ചിലപ്പോൾ പോയിട്ട് വീണ്ടും തിരിച്ചു കയറി വരുന്നത് കാണാൻ പറ്റും. ക്രിസ്തുലോഷ് അതിന്റെ കാരണം വെച്ചാൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വീണ്ടും ആ വ്യക്തി പാപത്തിലേക്ക് പോകുന്നുണ്ട്. ക്രിസ്തുലോഷ് വീണ്ടും സാത്താനോട് കൂട്ടുപിടിക്കുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും അതിന് പ്രവേശിക്കാനായിട്ടും പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ക്രിസ്തുലോഷ് പ്രവേശിച്ചുകൊണ്ട് അവനെ തകർക്കാനായിട്ട് സാധിക്കും. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് 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 കട്ടായിട്ട് 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 പര 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 പര. ആമേൻ. ഒറ്റ വിളി ഈശോയേന്ന് വിളിക്കട്ടെ, 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 ഈശോയേന്ന് വിളിക്കട്ടെ. ആമേൻ, ആമേൻ. അപ്പോൾ പാപം ചെയ്തതിന് ശേഷം അതിന്റെ കടം വീട്ടപ്പെടണം. കടം എന്നൊരു സ്ഥലം കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സക്കേവുസിന്റെ വീട്ടിൽ വെച്ച് ദൈവം ഇടപെടുമ്പോൾ അവന്റെ പാപകട അവൻ നീക്കുക. അങ്ങനെ പൂർണ്ണമായ മാനസാന്തത വന്നപ്പോഴാണ് ഇന്ന് ഈ കുടുംബം രക്ഷ പ്രാപിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചുരുക്കം ആളുകൾ മാത്രമേ പാപകടങ്ങൾ നീക്കുന്ന കർമ്മങ്ങൾ നടത്താറുള്ളൂ. എല്ലാവരും കുമ്പസാരം കഴിഞ്ഞിട്ട് പഴയ വഴി തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് പാപകടം കിടപ്പുണ്ട്. അത് പലതരത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം വരും, ശിക്ഷ വരും. അതായത് ശിക്ഷ ചിലത് നശിപ്പിക്കാനുള്ള, രക്ഷിക്കാനുള്ള, കൂടുതൽ വിശുദ്ധിയിലേക്ക് ഉയർത്താൻ, സ്വർഗത്തെ എത്തിക്കാൻ, വിശുദ്ധീകരിക്കുന്ന അവയാണ്. അതുകൊണ്ടാണ് സഹനം, തകർച്ച, രോഗം, ദുരിതം, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഈ ശുദ്ധീകരണത്തിന്റെ ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വരാം. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അത് നമ്മൾ തന്നെ തെറ്റ് ചെയ്യണമെന്നില്ല, നമ്മുടെ സമൂഹത്തിന് തെറ്റുകളായിരിക്കും. ചില കുടുംബത്തിൽ ചില കുഞ്ഞുങ്ങളൊക്കെ രോഗിയായിട്ട് കഴിയുമ്പോൾ ആ ദേശത്തുള്ളവരുടെ തെറ്റിൻ്റെ ഒരു പരിഹാരമായിരിക്കും ചിലപ്പം ആ കുഞ്ഞിലൂടെ ദൈവം ആവശ്യപ്പെടും. ചിലപ്പോൾ മറ്റു പലരുടെയും തെറ്റുകളുടെ പോലും ശിക്ഷ നമുക്കുണ്ടാകും. പ്രശ്നമോ ചെയ്യും. അതൊരു ദൈവത്തിൻ്റെ ദൈവത്തിന്റെ കരുണയാണ്. ചിലത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. പ്രശ്നമോ വിശുദ്ധർക്കൊക്കെ അങ്ങനെ കിട്ടുമായിരുന്നു. വിശുദ്ധരോടൊക്കെ പറയായിരുന്നു, ലോകത്തിന്റെ പാപത്തിന് നിങ്ങൾ പരിഹാരം ചെയ്യണം. പ്രശ്നമോ. അപ്പൊ അങ്ങനെ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ചരിത്രത്തിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ വിശുദ്ധ ബെർണർദിത്തായുടെ ചരിത്രത്തിൽ കാണാൻ പറ്റും, കൊച്ചുദസ്യപ്പുണ്യ ചരിത്രത്തിൽ കാണാൻ പറ്റും. അങ്ങനെ അനേകം വിശുദ്ധരുടെ ചരിത്രത്തിൽ അവരോടൊക്കെ ദൈവം ആവശ്യപ്പെടും, നിങ്ങൾ പരിഹാരം ചെയ്യും, ലോകത്തിന്റെ പാപത്തിന് പരിഹാരം. അപ്പൊ നിങ്ങൾക്ക് സഹനം കൊടുക്കും, രോഗം കൊടുക്കും, ദുരിതം കൊടുക്കും, ദുരന്തം കൊടുക്കും, എല്ലാം അനുവദിക്കും. ഫ്രാൻസിസ് അസീസിക്കൊക്കെ വലിയ സഹനം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ സഹനം മുഴുവൻ മറ്റുള്ളവരുടെ പാപത്തിന്റെ പാപകടം, ആ കടം ചിലപ്പം ദൈവം വേറെ ചില വിശുദ്ധരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കും. പ്രസലോഷ് അങ്ങനെ അതൊരു ദൈവത്തിന്റെ ഒരു കരുണയുടെ പ്രവർത്തനം. അത് ദൈവത്തിന്റെ കരുണയുടെ പ്രവർത്തനം, അതൊരു ശിക്ഷയല്ല, കരുണയുടെ പ്രവർത്തനം. സർവ്വത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പാപകടം വലിയ ഗൗരവമാണ്. ഈ പാപകടം കടപ്പുണ്ടെങ്കിൽ നമ്മൾ എന്തിലൂടെ പോകേണ്ടി വരും? ശുദ്ധീകരണത്തിലൂടെ പോകേണ്ടി വരും. പാപകടം കിടപ്പുണ്ടെങ്കിൽ എന്തിലൂടെ പോകേണ്ടി വരും പറഞ്ഞേ? അപ്പൊ കുമ്പസാരത്തിന് ശേഷവും എന്തിലൂടെ പോകേണ്ടി വരും? ശുദ്ധീകരണം നടക്കുമ്പോൾ എന്തുണ്ടാകും? നമുക്ക് വേദന ഉണ്ടാകും. വേദനകളിലൂടെ, തകർച്ചകളിലൂടെ, പീഡനങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ, മുറിവുകളിലൂടെ, തകർച്ചകളിലൂടെ നമ്മൾ പോകേണ്ടി വരും. പാപത്തിന്റെ കടം കിടപ്പുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. എന്തെല്ലാം നേട്ടങ്ങൾ കിട്ടുമെന്ന് കരുതിപ്പോ ഒരു കുഴപ്പമില്ലാത്ത ചെല്ലുമ്പോഴും നമ്മൾ നോക്കുമ്പോൾ വാതിൽ തുറന്നു വരത്തില്ല. കാരണം പാപകടം കിടപ്പുണ്ട്. യേശുവേ നന്ദി. ഈ പാപകടം നീക്കുന്ന കർമ്മമാണ് പൂർണ്ണ ദണ്ഡ വിമോചനം. യേശുവേ നന്ദി. ഈ പാപകടത്തിൽ നിന്ന് ദൈവജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി സഭയ്ക്ക് ക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ കിട്ടിയിരിക്കുന്ന വലിയൊരു പവറാണ് പൂർണ്ണ ദണ്ഡ വിമോചനം. അത് മാർപ്പാപ്പയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. മാർപ്പാപ്പയുടെ ശ്ലൈഹിക അധികാരത്തിൽ നിൽക്കുന്ന നിങ്ങൾ ഭൂമി കെട്ടുമ്പോൾ സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അടിക്കുമ്പോൾ സ്വർഗത്തിൽ അടിക്കും. ആ ഒരു അധികാരത്തിനുള്ളിൽ കിടക്കുന്നതാണ് പൂർണ്ണ ദണ്ഡ വിമോചനം. യേശുവേ നന്ദി. അപ്പൊ അത് ഈ പൂർണ്ണദണ്ഡ വിമോചനം നടത്തും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്തിന്റെ മോചനം പറയാം? പാപ കടങ്ങളുടെ മോചനം. അതൊരു കൂടെ കിടക്കുന്നതാണ് നോയമ്പ്, ഉപവാസം, പ്രാശ്ചിത്ത പ്രവർത്തികള്, പുണ്യപ്രവർത്തികൾ, പ്രത്യേകിച്ച് 50 നോയമ്പ്, വെള്ളിയാഴ്ച തോറുമുള്ള മാംസവർജനം നിർബന്ധം. വെള്ളിയാഴ്ച തോറുമുള്ള മാംസവർജനം, മുടങ്ങാതെ ഞായറാഴ്ച കുർബാന അനുഷ്ഠാനം, പരിശുദ്ധ കുർബാന തന്നെ
അല്ല, പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുള്ളൂ, കടങ്ങളുടെ പൊറുതിക്കും കൊണ്ട് പാപങ്ങളുടെ, ഇത് രണ്ടും നിൽക്കുകയാണ്. ഇപ്പൊ പാപങ്ങളുടെ മോചനവും കടങ്ങളുടെ പൊറുതിയും വരുന്ന വിശുദ്ധ കുർബാനയിലുള്ള പങ്കെടുക്കുക, ദിവ്യകാരന്. ഇപ്പൊ ഈ ധ്യാനം, ഈ വർഷം സഭയിൽ നടത്തപ്പെടുന്ന ധ്യാനം, ഇപ്പൊ ഈ കൺവെൻഷൻ, ഇന്നത്തെ ഈ കൺവെൻഷൻ, ഇത് പാപ കടങ്ങളുടെ മോചനം കിട്ടും. അപ്പൊ ആളുകൾ ഇവിടേക്ക് വരുന്നത് പാപമോചനം മാത്രമല്ല, വർഷമാണ് ഇത് പൂർണ്ണ ദണ്ഡവിമോചനം. അപ്പൊ ഈ പാപകടങ്ങൾ, അപ്പൊ അത്രയും കൂടെ നമ്മുടെ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടും. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ചിലപ്പോൾ നൂറുകണക്കിന് വർഷങ്ങളുടെ പാപമോചനം, അത് നൂറുകണക്കിന് വർഷം നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയേണ്ടത് ചിലപ്പോൾ ഈ ഒറ്റ കർമ്മത്തിലൂടെ നമ്മുടെ ആത്മാവിൽ നീക്കപ്പെടും. ഒറ്റ കർമ്മം, നൂറുകണക്കിന് വർഷങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്നതിൻ്റെ കാല അളവ് ഈ ഒറ്റ കർമ്മത്തിലൂടെ ഒരു പക്ഷേ നീക്കപ്പെടും. പ്രദേശവേ നന്ദി. ഭയങ്കര വിടുതലോട് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് എഴുന്നേറ്റ് 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 വിടുതലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കരുണിക്കേണ്ട പ്രാർത്ഥന. കർത്താവേ